ഹായ് സുഹൃത്തുക്കളെ, ജവാദാണ്. ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വെള്ളിയാങ്കല്ല് പാലത്തിന് തൊട്ടടുത്ത് മംഗലം പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു അടക്ക യൂണിറ്റ് ഉണ്ട്, അടക്ക പ്രോസസ്സിംഗ് നടത്തുന്ന യൂണിറ്റ്. ആ യൂണിറ്റിന്റെ കാഴ്ചകളുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഓണർ ഗഫൂർക്കാണ് നമ്മളെ കൂടെ. ഗഫൂർക്ക, എന്തൊക്കെയാ വിശേഷങ്ങള്? അൽഹംദുലില്ലാ, സുഖമായിരിക്കുന്നു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. അജോദ്, ഞാൻ നമ്മളെ യൂണിറ്റിൽ നിന്ന് ജസ്റ്റ് നമ്മളെ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് വന്നതാണ്. സന്തോഷമുള്ള കാര്യല്ലേ? ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഈ അടക്ക പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലേ ഇപ്പൊ നമ്മളെ യൂണിറ്റ് വരുന്നത്? അതെ അതെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ അടക്ക പ്രോസസ്സിംഗ് ചെയ്യുന്ന രീതി, അതൊന്ന് പങ്കുവെക്കാമോ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ കർഷകര് ഉണക്കി ഇവിടെ കൊടുന്നു തരികയാണെങ്കിൽ നമ്മളത് മെഷീനിൽ ഉപയോഗിച്ചിട്ട് പൊളിച്ച് തരം തിരിച്ച് കേടും നല്ലതും അതേപോലെ തന്നെ ഉള്ളി എന്ന് പറയുന്ന സാധനം അതും ആക്കിയിട്ട് 3 തരം തിരിച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് എത്ര കിലോ നമ്മളിവിടെ കൊടുന്നു തന്നാലും നമ്മളത് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നമ്മളെ അടുത്തുണ്ട്. എത്ര കിലോനാണെങ്കിലും ചെയ്തു കൊടുക്കും. ഓക്കെ, നമ്മളെ യൂണിറ്റ് എത്ര ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏകദേശം 3 വർഷം ആകുന്നു. ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ? ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ഒത്തിരി സ്ഥലത്ത് നിന്ന്, ഇപ്പൊ ചെറുതുരുത്തി, ചെറുപ്പുളശ്ശേരി, പിന്നെ അതുപോലെ ആനക്കര, എടപ്പാള്, കുറ്റിപ്പുറം, നമ്മളെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഇതുപോലെ പരുതൂർ പഞ്ചായത്തിൽ നിന്നാലും ശരി, മറ്റേ നമ്മളെ തൃത്താല പഞ്ചായത്തിൽ നിന്നും, പിന്നെ അതുപോലെ ചാലിശ്ശേരി, ഒത്തിരി പല സ്ഥലത്തു നിന്ന് നമുക്ക് ഏകദേശം നല്ല ഒത്തിരി കസ്റ്റമർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കർഷകരിലുപരി നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കച്ചവടക്കാരാണ്. ഈ അടക്ക എടുത്ത് തോട്ടത്തിന് പാട്ടത്തിനെടുത്ത് അവർ ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടു വരുന്നുണ്ട്. അവർക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഒരുപാട് ലാഭമാണ് അവർക്ക്. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ വില കൂടുന്ന ഒരു സമയത്ത് അവർക്ക് പെട്ടെന്ന് വന്ന് പൊളിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. ആ ഒരു സൗകര്യവും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കസ്റ്റമറെ പിന്നെ തോട്ടത്തിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടത് കസ്റ്റമറോട് എത്തിക്കുക എങ്ങനെയാണ്? അല്ല, ഇത് ഇപ്പൊ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ്. കാരണം വെച്ചാൽ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നുണ്ട്, അത് ഞങ്ങൾ വേറെ പർപ്പസിനായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. അത് ഞങ്ങൾ പഴുത്ത അടക്കം ഞങ്ങൾ എടുക്കുന്നുണ്ട്, അത് ഞങ്ങൾ എന്നിട്ട് ഉണക്കിയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഞങ്ങൾ കസ്റ്റമർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം കൈകൊണ്ട് പൊളിക്കായിരുന്നു സ്ത്രീകൾ ഇരുന്നിട്ട്. പക്ഷെ ആ ഒരു കാര്യം ഇപ്പൊ നടക്കുന്നില്ല. സ്ത്രീകളെ കിട്ടുന്നില്ല, കറക്റ്റ് സമയത്തിന് ഇതാകുന്നില്ല, അവർക്ക് പൊളിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം കാരണം കൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനൊരു ആശയത്തിലേക്ക് ഞങ്ങൾ മാറിയത്. മിഷനറിയിലേക്ക് മാറിയത്. കാരണം വെച്ചാൽ കൈകൊണ്ടല്ലേ. കാരണം വെച്ചാൽ ഇപ്പോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മിഷനറിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് മാറി. ഇപ്പൊ കുഴപ്പമില്ല, നന്നായിട്ട് നമുക്ക് പൊളിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട്, ഞങ്ങൾക്ക് കൈകൊണ്ട് പൊളിച്ചു കൊടുക്കുന്ന അതേപോലെയാണ് ഞങ്ങൾക്ക് പൊളിച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ മിഷീന്റെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പല കസ്റ്റമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂച്ചമാന്യമാതിരി വരണ്ട്, കലണ്ട് എന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ മിഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു യാതൊരു സംഭവമില്ല. കാരണം കൈകൊണ്ട് പൊളിച്ചത് എങ്ങനെ ഉണ്ടാകുക അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റൂടെ. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നെ കൊടുക്കും. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കാരണം കൊണ്ട് കസ്റ്റമർക്ക് വിലയും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കേട് പൊട്ടിപ്പോവാ, പൊളിഞ്ഞു പോവാ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം ഇതിന്റെ വേസ്റ്റ് മാത്രമാണ് ഇതിന്റെ ബാക്കിലേക്ക് പോകുന്നത്. നല്ല എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നു. ഇനി പൊട്ടിയാലും ഈ സാധനം ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് തരം തിരിച്ചിട്ട് എല്ലാം മാറ്റിയിട്ടാണ് നമുക്ക് കസ്റ്റമർ കൊടുക്കുന്നത്. അവർക്ക് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു കാര്യങ്ങൾ അവർക്ക് ചെയ്യാനില്ല. ഓക്കെ, നമ്മള് കസ്റ്റമർ കൊണ്ടുവന്ന പിന്നെ അടക്ക നേരെ മിഷനറിയിലേക്ക് ഇടുന്നു. പിന്നെ അത് 2 പ്രോസസ്സിംഗ് ആയിട്ട് വരുന്നു. അടക്ക ഒരു ഭാഗത്തേക്കും വേസ്റ്റ് വേറെ ഭാഗത്തേക്കും പോകുന്നു. അങ്ങനല്ലേ? എന്നിട്ട് ഈ അടക്ക എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി തരം തിരിച്ച് സോർട്ട് ചെയ്യും. അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് തരം തിരിച്ച് നല്ലത്, അതിനെ പറയും നല്ലത്, ചീത്തത്, ഉള്ളി, ഇങ്ങനെ 3 തരാണ് ഇവിടെ മാർക്കറ്റിൽ പോകുന്നത്. ആ 3 തരാക്കിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ പിന്നെ കസ്റ്റമർക്കും സാറ്റിസ്ഫൈഡ് ആവും. പിന്നെ തീർച്ചയായിട്ടും. കാരണം അവരെല്ലാരും ഹാപ്പിയാണ് ഇപ്പോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് ഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും, അവർക്ക് പെട്ടെന്ന് തന്നെ വന്ന് പൊളിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് 44 വർഷമായി അടക്ക വീടിയിൽ വന്നിട്ട്. ഞാൻ അത് ചെയ്യുന്നത് അടക്ക പറിക്കലും പൊളിക്കലും എല്ലാ ഇടപാടും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ അടക്ക പൊളിച്ചത് നന്നായി ഉണ്ടായത് കാരണം ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ട് ഇത് പണിയെടുക്കുന്നത്. ഇതിന് കുഴപ്പമില്ല, എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങോട്ട് തന്നെ വരുള്ളൂ. താങ്ക് യു. നമ്മളെ പിന്നെ പ്രോസസ് യൂണിറ്റിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ജവാദാമീർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ്, ജവാദാമീർ എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ അടക്ക പൊളിക്കാൻ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗഫൂർഖായുമായി കോൺടാക്ട് ചെയ്യുക. ഗഫൂർഖാന്റെ നമ്പർ നമ്മളെ വീഡിയോന്റെ താഴെ കൊടുക്കുന്നതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.